ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് 6 വീഡിയോ ആയിട്ടാണ്. ആൻഡ് പാർട്ട് 6 വീഡിയോയിൽ നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക, എന്താണ്? കൺസിഡർ ദി നമ്പേഴ്സ് ഫ്രം 1 to 25 ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിൽ 5 സബ് പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of them are divisible by 2 but not by 4? Second one, which of them are divisible by 4 but not by 8? Third one, which of them are divisible by 8 but not by 16? Fourth one, which of them are divisible by 16? Fifth one, what is the highest power of 2 that divides the product of the numbers from 1 to 25 without any remainder? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് വരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിനെ എടുക്കാം. ആൻസർ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇപ്പോൾ 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ഇത് കൂടുതലും ഡിവിസിബിൾ ആണോ അല്ലയോ എന്നല്ലേ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആക്കാൻ വേണ്ടി ആ 1 തൊട്ട് 25 വരെയുള്ള ഓരോ നമ്പേഴ്സിനെയും അതിൻ്റെ പ്രൈം പവേഴ്സ് ഓഫ് പ്രൈംസിലോട്ട് മാറ്റാം. ഓക്കെ, അതപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുന്നേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 1 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ആക്കി ചെയ്തതായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിതും അതുപോലെ തന്നെ ചെയ്യാം. അതിനാദ്യം എന്ത് ചെയ്യാം, നമുക്ക് 1 തൊട്ട് 25 വരെയുള്ള അങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ അത് എഴുതാം. 15 വരെ നമ്മൾ ഓൾറെഡി എഴുതിയതാണെങ്കിൽ ഒന്നുകൂടെ എഴുതാം. അപ്പോൾ 1 എടുക്കുമ്പോൾ 1/1 ആണല്ലേ. ഇനി അത് 2 ആണെങ്കിലോ അത് 2/1 ആണ്. 3 ആണെങ്കിൽ അത് 3/1 ആണ്. അപ്പോൾ 4 ആകുമ്പോഴോ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × 2 ആണ് നല്ലത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2/2 എന്ന് എഴുതാം. ഇനിയിപ്പോൾ അടുത്ത 5 ആകുമ്പോഴോ 5 എന്ന് പറയുന്നത് 5/1 തന്നെയാണ്. ഇനി 6 എടുക്കുമ്പോഴോ 6 നമുക്ക് 2/1 × 3/1 എന്ന് നമുക്ക് എഴുതാം അല്ലേ? കാര്യം ഒരു സംഖ്യയുടെ പവറിൽ 1 വന്നാൽ നമുക്ക് എന്താണ്, ആ സംഖ്യ തന്നെ ആയിരിക്കും. ഇനി 7 എടുക്കുമ്പോൾ നമുക്ക് 7/1 എന്ന് എടുക്കാം. 8 എടുത്താൽ നമുക്കറിയാം, 8നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, 4, 2. അപ്പോൾ 2 × 2 × 2 ആണ് 8. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2/3 എന്ന് എഴുതാം. 9 എന്ന് പറയുന്നത് 3 × 3 ആണ് 9. അപ്പോൾ അതിനെ 3/2 എന്ന് എഴുതാം. ഇനി 10 എടുത്താൽ 2 × 5 ആണ്, അത് 10 അല്ലേ? ഇപ്പോൾ 2/1 × 5/1. ഇനി 11 ആണെങ്കിലോ 11/1. 12 ആണെങ്കിലോ 2/2 × 3/1 എന്ന് പറയും. കാര്യം 12നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 × 3 ആണ് 12. 4നെ പിന്നെയും പ്രൈം ഫാക്ടേഴ്സിലോട്ട് മാറ്റുമ്പോൾ 2/2 ആണ്. അപ്പോൾ 2/2 × 3/1. ഇനി 13 ആകുമ്പോഴോ 13ന് വേറെ പ്രൈം ഫാക്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 13/1. 14 ആകുമ്പോൾ 2 × 7 ആണ് 14 അല്ലേ? അപ്പോൾ 2/1 × 7/1 എന്ന് എഴുതും. ഇനി 15 ആണെങ്കിലോ 3 × 5 15. അപ്പോൾ 3/1 × 5/1. ഇനി 16 ആണെങ്കിലോ 16 നമുക്കറിയാം 4ൻ്റെ സ്ക്വയർ ആണ് 14 അല്ലേ? അപ്പോൾ 4ൻ്റെ സ്ക്വയർ 14 ആണെങ്കിൽ 4നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണ്, 2/2 ആണ് 4 അല്ലേ? അപ്പോൾ 2/2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2/2 പവറിൽ വരുന്ന 2 × 2 4 എന്ന് എഴുതാം. അപ്പോൾ 16നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ പവേഴ്സായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, 16 എന്ന് പറയുന്നത് 2/4 ആണ്. ഓക്കെ അല്ലേ? ഇനി 17 ആണെങ്കിൽ വേറെ ആരുമില്ല അല്ലേ? അപ്പോൾ 17/1. ഇനി 18 ആകുമ്പോഴോ നമുക്കറിയാം 2 × 9 ആണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ 2/1 × 9ന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 3/2 എന്ന്. 3/2.
ഇനി 19 ആകുമ്പോഴോ ആരുമില്ല, 19 റൈസ് ടു 1. ഇനി 20 ആകുമ്പോഴോ 4 ഇൻറ്റു 5 20 എന്ന് പറയുന്നത്. 4 എങ്ങനെ എഴുതാം? 2 റൈസ് ടു 2. ഇപ്പോൾ 2 റൈസ് ടു 2 ഇൻറ്റു 5 റൈസ് ടു 1 ആരെന്ന് പറയുന്നത് 20. അതുപോലെ 21 എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഇൻറ്റു 7 21. അപ്പോൾ 3 റൈസ് ടു 1 ഇൻറ്റു 7 റൈസ് ടു 1. ഇനി 22 എടുത്ത് 2 ഇൻറ്റു 11 22 എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 റൈസ് ടു 1 ഇൻറ്റു 11 റൈസ് ടു 1 എന്ന് എഴുതാം. 2 റൈസ് ടു 1 ഇൻറ്റു 11 റൈസ് ടു 1. ഇനി 23 ആണെങ്കിലോ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 23 റൈസ് ടു 1 എന്ന് എഴുതാം. ഇനി 24 ആണെങ്കിലോ നമുക്കറിയാം 24 എന്ന് പറയുന്നത് എന്താണ്? 8 ഇൻറ്റു 3 നമുക്ക് 24 എന്ന് എഴുതാം അല്ലേ. 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് 24 ആണെന്നറിയാം. അപ്പം നമുക്ക് 8 എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? നമ്മൾ 8 എഴുതിയിട്ടുണ്ട് 2 റൈസ് ടു 3 എന്ന്. അപ്പോൾ 2 റൈസ് ടു 3 ഇൻറ്റു ഇനി 3 3 റൈസ് ടു 1 എന്ന് എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് ഇനി 25. നമുക്ക് 25 വരെ മതിയല്ലോ. 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 25. അപ്പോൾ 5 സ്ക്വയർ 25 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ട് ആൻസർ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 2 കൊണ്ട് ഡിവിസിബിൾ ആകണം, എന്നാൽ 4 കൊണ്ട് ഡിവിസിബിൾ ആകരുത് എന്നായിരുന്നല്ലോ. 2 കൊണ്ട് ഡിവിസിബിൾ ആകണം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന നമ്പർ 2 തന്നെയാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 2 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൻ്റെ ആദ്യത്തെ ആൾ ആരായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 2 വരുമല്ലോ. ഇനി 2 കഴിഞ്ഞാൽ അടുത്ത 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളാരായിരിക്കും? 4 ആയിരിക്കും. കാര്യം നമുക്ക് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലേ. 2 4 6 8 10 12 വന്ന് പോകും. അപ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ ഡിവിസിബിൾ ആകുന്നത് 4 ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പാടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 എടുക്കാൻ പറ്റുമോ? 4 എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ 4 കഴിഞ്ഞാൽ അടുത്ത ആര് വരും? 6 വരും അല്ലേ. 6 വന്നപ്പോൾ നോക്കിക്കേ, 6 ആണെങ്കിൽ 2 റൈസ് ടു 1 ഇൻറ്റു 3 റൈസ് ടു 1 6ൻ്റെ എന്താണ് പവേഴ്സിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം അതിലൊരു 2 റൈസ് ടു 1 ഉണ്ട്. അപ്പോൾ ആ 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, പക്ഷെ 4 കൊണ്ട് ഡിവിസിബിൾ ആകില്ല. ഈ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നമ്പർ ആരായിരിക്കും വരുന്നത്? 6 വരും. 6 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 4 ആണ്. ഇങ്ങനെ നമ്പേഴ്സിനെ പ്രൈം പവേഴ്സിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയുള്ള ഒരു ഈസി ആയിട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇരുന്ന് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഓക്കെ. അപ്പോൾ 2 ആയി 6 ആയി. ഇനി അടുത്ത ആരായിരിക്കും 2 കൊണ്ട് ഡിവൈഡ് ആകുന്ന? 8 ആണല്ലേ. 2 4 6. അപ്പോൾ അടുത്ത 8 ആണ്. പക്ഷെ 8 നോക്കിക്കേ, 8 എന്ന് പറയുന്നത് 2 റൈസ് ടു 3 ആണ്. 8 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 8 എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം 8 4 കൊണ്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ട്. അപ്പം 8 വരത്തില്ല. ഇനി അടുത്ത ആരാ? 10 ആണ്. നമുക്ക് ഓഡ് നമ്പേഴ്സ് നോക്കേണ്ട ഒരു കാര്യമില്ലല്ലേ, കാര്യം അവർ ആരും 2 കൊണ്ട് ഡിവൈഡ് ആവത്തില്ല. അപ്പം അടുത്ത 10 എടുത്തു. 10 നോക്കിയപ്പോൾ 2 റൈസ് ടു 1 ഇൻറ്റു 5 റൈസ് ടു 1 ആണ്. അതും എന്താണ്? 2 കൊണ്ട് ഡിവിസിബിൾ ആകും, പക്ഷേ 4 കൊണ്ട് ഡിവിസിബിൾ ആകത്തില്ല. അപ്പം അടുത്ത ആര് വരും? 10 വരും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ആര് വരും? 10 കഴിഞ്ഞു 12 എടുത്ത്. 12 2 റൈസ് ടു 2 ഇൻറ്റു 3 റൈസ് ടു 1 ആണ്. 12 2ൻ്റെ ടേബിളിലും വരും, 4ൻ്റെ ടേബിളിലും വരും. അപ്പോൾ 2 കൊണ്ടും ഡിവിസിബിൾ ആണ്, 4 കൊണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് 12 എടുക്കാൻ പറ്റത്തില്ല. ഇനി 12 കഴിഞ്ഞാൽ ആര് വരും? 14 വരും. 14 നോക്കിയാൽ 2 റൈസ് ടു 1 ഇൻറ്റു 7 റൈസ് ടു 1 എന്നാണ് 14 വന്നേക്കുന്നത്. അപ്പോൾ 14നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എടുക്കാം 14ഉം 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ വരും. ഓക്കെ. അപ്പോൾ 14 കഴിഞ്ഞ അടുത്ത ആരാണ്? 16 ആണ്. 16 2 റൈസ് ടു 4 ആണ്. ഒരിക്കലും 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാര്യം 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ് 14. അപ്പോൾ തന്നെ അറിയാം 16 എങ്ങനെ പോയാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 16 എടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത് നോക്കിക്കേ, 18.
18 നോക്കിയേ 2/1 × 3/2 എന്നാണ്. അപ്പോൾ 18നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 4 കൊണ്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആളാരെ എഴുതാം, 18 എഴുതാം. ഇനി നോക്കി 20 നമുക്ക് ഓൾറെഡി അറിയാം. 20 എടുക്കുന്ന എന്ന് പറയുന്നത് 4 × 5 ആണ് 20. അപ്പോൾ തന്നെ 4ൻ്റെ ടേബിളിൽ വരും. 20 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്കിതിൽ എഴുതാൻ പറ്റത്തില്ല. ഇനി നോക്കിക്കേ 22 നമുക്ക് എടുക്കാം അല്ലേ. കാര്യം 2/1 × 11/1 ആണ്. 22 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. പക്ഷെ 4ൻ്റെ ടേബിൾ എടുക്കുമ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾ 24 ആണ്. 22 വരില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 22 എടുക്കാം. ഓക്കെ, 22 കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്, 24 ആണ്. 24 നോക്കിക്കേ 2/3 × 3/1 ആണ് 24. 24 എടുക്കുമ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാര്യം എന്താണ്, 6 × 4 ആണ് 24. അപ്പോൾ 24 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, എന്നാൽ 4 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത 1 തൊട്ട് 25 വരെ ഉള്ള നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും, 2, 6, 10, 14, 18, 22. ഇവരുടെ പവേഴ്സിൽ എഴുതിയേക്കുന്ന നോക്കുന്ന കാണപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്കെല്ലാവർക്കും 2ൻ്റെ പവർ 1 വരുന്നവരാണ് ഇവരെല്ലാവരും. 2ൻ്റെ പവർ 1 വരുന്നവർ മാത്രമാണ് 2 കൊണ്ട് ഡിവൈഡ് ആകുന്നത്. 2ൻ്റെ പവർ 2 2ന് മുകളിലോട്ടോ വരുവാണെങ്കിൽ അത് 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്നവരുമായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. രണ്ടാമത്തെ ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 4 ബട്ട് നോട്ട് ബൈ 8? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, പക്ഷെ എന്നാൽ 8 കൊണ്ട് ഡിവിസിബിൾ ആകരുത് അല്ലേ. നമുക്ക് ചെയ്താലോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മൾ കണ്ടായിരുന്നു, എന്താണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, പക്ഷേ എന്നാൽ 8 കൊണ്ട് ഡിവിസിബിൾ ആകരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കിയ പോലെ അങ്ങ് നോക്കിപ്പോയാൽ മതി. സിമ്പിൾ അല്ലേ. ഓഡ് നമ്പേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവരാരും 2 കൊണ്ടോ 4 കൊണ്ടോ ഈവൻ 2, 4, 6 കൊണ്ടൊന്നും ഡിവിസിബിൾ ആയി പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്കിനി വേണ്ടത് 4 കൊണ്ട് ഡിവിസിബിൾ ആകണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നമ്പറിൽ 2/2 എന്ന പവർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആകും. ഇനി 8 കൊണ്ട് ഡിവിസിബിൾ ആകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 8 എന്ന് പറയുന്ന 2/3 ആണ് ആണല്ലോ. അതിനർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പേഴ്സിൽ 2/2 എന്ന പവർ മാത്രമേ വരാവൂ. 2/3 പവർ 3ന് മുകളിലോട്ടോ ഉള്ള 2 വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. കാര്യം അതെല്ലാം 8 കൊണ്ട് ഡിവിസിബിൾ ആയി പോകും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. 2 നമുക്ക് എന്തായാലും 2 കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. കാര്യം 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകത്തില്ല. അപ്പം നമുക്ക് ആദ്യം ആരാണ്, 4 തന്നെയാണ്. 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഏറ്റവും ചെറിയ സംഖ്യ 4 തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എഴുതാം, 4നെ 4 ആയിട്ട് തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൾ ആരാണ്, 4 ആണ്. ഇനി അത് കഴിഞ്ഞ് 6 പോയേ. 6ൽ 2/1 × 3/1 ആണ്. 6 ഒരിക്കലും 4 കൊണ്ട് ഡിവിസിബിൾ ആകില്ല. കാര്യം 6ലെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ 2 ഒറ്റ 2 ഉള്ളൂ. ഇനി 8 വന്നേ. 8 കൊണ്ട് ഡിവിസിബിൾ ആകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 8 എടുക്കണ്ട. ഇനി 10 വന്നേ. 10ലും ഒരു 2 ഉള്ളൂ അല്ലേ. 2/1 ആണ്. അപ്പോൾ അതെന്താണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആകത്തില്ല. 4 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ 2/2 പവർ തന്നെ വരണം. അപ്പോൾ ഇനി 10ഉം വരത്തില്ല. അപ്പോൾ 11 ഓടാണ്. ഇനി 12 എടുത്ത്. 12 എന്ന് പറയുന്നത് 2/2 × 3/1 ആണ്. അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സിൽ ഒരു 4 ഉണ്ടല്ലേ. അപ്പോൾ 12 എന്താണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആകും. പക്ഷെ എന്നാൽ 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 4 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 12 ആണല്ലേ. ഓക്കെ, ഇനി 13 ഇല്ല. 14 എടുത്ത്. 14 4 കൊണ്ട് ഡിവൈഡ് ആവോ, ഇല്ല അല്ലേ. നമുക്കറിയാം. കാര്യം 2/1 ആണ്. ഇനി 15 ഇല്ല. 16 എടുത്ത്. 16 എന്ന് പറയുന്നത് 2/4 ആണ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്, 4 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ, 8 കൊണ്ട് പാടില്ല എന്നാണ്. പക്ഷെ 16 8 കൊണ്ട് ഡിവൈഡ് ആകും അല്ലേ. കാര്യം നമുക്കറിയാം 8 × 2 16 ആണെന്ന്. അല്ലെങ്കിൽ തന്നെ 2/3 പവർ 3 3ന് മുകളിലോട്ടോ ഉള്ള പവേഴ്സാണ് വരുന്നതെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും
എന്തായിരിക്കും 8 കൊണ്ട് ഡിവൈഡ് ആവും. ബേസ് 2 വരണം. ഓക്കെ, ഇപ്പോൾ 16 വരത്തില്ല. ഇനി 17 ഇല്ല, 18 പോയേ. 18 ആണെങ്കിൽ 2/1 ഉള്ളൂ, അപ്പോൾ അത് 4 കൊണ്ട് ഡിവൈഡ് ആകത്തില്ല. ഇനി 20 എടുത്തേ. 20-ൽ 2/2 ഇൻറ്റു 5/1 എന്നാണ് അല്ലേ. അപ്പോൾ 20 4 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം 4 ഇൻറ്റു 5 20. ഓക്കെ, അപ്പോൾ 20 വരും ഈ കൂട്ടത്തിൽ. ഇനി അടുത്ത ആര് വരും? 22 എടുത്തേനി. 22 എന്ന് പറയുന്നത് 2/1 ഇൻറ്റു 11/1 ആണ്. അപ്പോൾ 22-ൽ ഒരു 2 ഉള്ളൂ, 2/1 ആണ്. അപ്പോൾ അത് 4 കൊണ്ട് ഡിവൈഡ് ആകത്തില്ല. ഇനി 24 എടുത്ത്. 24 എന്ന് പറയുന്നത് നോക്കിക്കേ 2/3 ആണ്. 2/3 വന്നാൽ അത് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്കത് വേണ്ട അല്ലേ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഏതൊക്കെ നമ്പേഴ്സാണ് 4 കൊണ്ട് ഡിവിസിബിൾ ആകുക എന്നാൽ 8 കൊണ്ട് ഡിവിസിബിൾ ആകാത്തത്? ആ സംഖ്യകൾ 1 തൊട്ട് 25 ഇടയിൽ ആരൊക്കെയുണ്ട്? 4, 12, 20 ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16? വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 8 ബട്ട് നോട്ട് ബൈ 16? അതായത് 8 കൊണ്ട് ഡിവൈഡ് ആകണം, പക്ഷേ എന്നാൽ ആര് വരരുത്? 16 കൊണ്ട് ഡിവിസിബിൾ ആകരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. 8 കൊണ്ടാകാം, പക്ഷെ 16 കൊണ്ടാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8 കൊണ്ട് ഡിവിസിബിൾ ആകുക എന്ന് പറയുന്നത് ആരായിരിക്കും? 2/3 വരണം അല്ലേ. 8 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഏറ്റവും ചെറിയ നമ്പർ 8 തന്നെയാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ ആദ്യമായിട്ട് വരുന്നത് 8 ആണ്. ആദ്യമായിട്ട് വരുന്ന ആരാണ്? 8 ആണ്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം നമ്മൾ ആദ്യത്തെ 2 ചോദ്യം ചെയ്തില്ലേ, അതിൽ ഇനി ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ മൂന്നാമത്തേൽ വരുന്നത്. കാര്യം ആദ്യത്തെ നോക്കിയപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ആകണം. ആദ്യത്തെ നോക്കിയപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ആകണം, 4 കൊണ്ട് ഡിവൈഡ് ആവാൻ പാടില്ല എന്നാണ്. അപ്പം 8 എന്ന് പറയുന്ന 4ൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്നതുകൊണ്ട് അവിടെ 8 വരുന്ന എടുക്കത്തില്ല. ഇനി രണ്ടാമത്തെ ചെയ്തത് എന്തായിരുന്നു? 4 കൊണ്ട് ഡിവൈഡ് ആകണം, പക്ഷെ 8 കൊണ്ട് ഡിവൈഡ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിൽ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ആകുന്ന ആരെയും എടുത്തിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഇനി എന്ത് ചെയ്യും? ഈ മൂന്നാമത്തെ ആൾക്കാരിൽ വരും. ഓക്കെ, അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 8 ആണ്. ഇനി 8 കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ 10 ആണ്. 10 2 കൊണ്ട് ഡിവൈഡ് ആകും, പക്ഷെ എന്നാൽ 4 കൊണ്ട് ഡിവൈഡ് ആവാൻ പറ്റത്തില്ല എന്ന ചോദ്യത്തിൽ ഉത്തരമായിട്ട് വന്നു. 4 കൊണ്ട് ഡിവൈഡ് ആക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അത് 8 കൊണ്ടും ഡിവൈഡ് ആവത്തില്ല, അപ്പോൾ 10 വരില്ല. ഇനി 12 എടുത്തേ. 12 4 കൊണ്ട് ഡിവൈഡ് ആകും. 12 ആരാണ്? 4 കൊണ്ട് ഡിവൈഡ് ആകും, പക്ഷേ 12 എന്താണ്? 8-ൽ ഡിവൈഡ് ആകത്തില്ല. കാര്യം 12-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യപ്പോൾ 2/2 വന്നിട്ടുള്ളൂ. 8 കൊണ്ട് ഡിവൈഡ് ആവണമെങ്കിൽ 2/3 പവർ 3-ന് മുകളിലോട്ടോ പോകണം എന്നാണ് അല്ലേ. ഓക്കെ, അപ്പം 12 വരത്തില്ല. ഇനി 14 വരത്തില്ല, കാര്യം 14 2/1 ഉള്ളൂ. ഇനി 16 എടുത്തേ. 16 8 കൊണ്ട് ഡിവൈഡ് ആവും, കാര്യം 2/4 ആണ്, 3-ന് മുകളിലോട്ട് ഡിവൈഡ് ആവും. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? 8 കൊണ്ട് ഡിവൈഡ് ആക്കാം, എന്നാൽ 16 കൊണ്ട് ഡിവൈഡ് ആകാൻ പാടില്ല എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരിക്കലും നമുക്ക് 16 എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി 16 പോയി. ഇനി 18 എടുത്തേ. 18 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം 2/1 ഉള്ളൂ, അത് 8 കൊണ്ട് ഡിവൈഡ് ആവത്തില്ല. ഇനി 18 പോയി. 20 എടുത്തേ. 20 എടുത്തപ്പോൾ 2/2 ആണ്. അതായത് 2/2 4 വരെ ഡിവൈഡ് ആവും. ആ 20-നെ നമുക്ക് 8 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 22 ആണെങ്കിലോ, 22-ൽ 2/1 ഉള്ളൂ, ഡിവൈഡ് ആകത്തില്ല. ഇനി 24 ആണെങ്കിലോ, 24 ഡിവൈഡ് ആകും, കാര്യം 24 എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 3/1 ആണ്. അപ്പോൾ എന്താണ്? 24 ഡിവൈഡ് ആവും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ 24 വരും. മൂന്നാമത്തെ ചോദ്യം 8 കൊണ്ട് ഡിവൈഡ് ആകണം, എന്നാൽ 16 കൊണ്ട് ഡിവൈഡ് ആകാൻ പാടില്ല എന്നതായിരുന്നു. അപ്പോൾ 8ഉം 24 ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കിക്കേ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 16? അപ്പോൾ 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിൽ ഇനി ആരൊക്കെയാണ് 16 കൊണ്ട് ഡിവൈഡ് ആകുന്നത് എന്ന് നോക്കുക അല്ലേ. 16 കൊണ്ട് ഡിവൈഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 2/4 എന്ന
പവർ വരണം അല്ലേ. 2⁴ വന്നാൽ മാത്രമേ അത് 16 കൊണ്ട് ഡിവിസിബിൾ ആവും. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 16 തന്നെയാണ്. അപ്പോൾ 16 വരും. ഇനി നിങ്ങൾ നോക്കി, ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് 2⁴ എന്ന പവർ വരുന്നുണ്ടോ? 16 മാത്രം അല്ലാണ്ട് ഇല്ലല്ലേ. കാര്യം എല്ലാവർക്കും 2�3 വരെയാണ് വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ 2�3, 16 ഒഴിച്ച് ബാക്കി 1 തൊട്ട് 25 വരെ ഉള്ളതിൽ 2ന്റെ പവറിൽ മാക്സിമം വരുന്നത് 2�3 ആണ്. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, 16. ഓക്കെ അല്ലേ? ഇനി 5ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം ഒന്ന് നോക്കിക്കേ. What is the highest power of 2 that divides the product of the numbers from 1 to 25 without remainder? എന്താണ് ചോദ്യം? 2ന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ? 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിനെ റിമൈൻഡർ ഇല്ലാണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് 2ന്റെ പവേഴ്സ് എല്ലാം കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കാം. ഓക്കെ, 2ന്റെ പവേഴ്സ് എത്ര പേരാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് തുടങ്ങിക്ക്. 2 എടുക്കുമ്പോൾ 2⁴ ഉണ്ടല്ലേ. അപ്പോൾ ഒരു 2⁴ ഇൻറ്റു, ഇനി അടുത്തത് 4 എടുക്കുമ്പോൾ 2⁴ വരും അല്ലേ. എങ്ങനെ വരും? 2⁴ വരും. ഇപ്പോൾ അതേ ഒരു 2⁴. ഇനി അടുത്ത 6 എടുക്കുമ്പോൾ അതിലൊരു 2⁴ ഉണ്ടല്ലേ. ആ 2⁴ നമ്മൾ എടുത്തു. ഇനി 8 എടുക്കുമ്പോൾ ഒരു 2�3 ഉണ്ട്, 2�3. ഇനി 10 എടുക്കുമ്പോൾ ഒരു 2⁴ ഇൻറ്റു 2⁴ ഉണ്ട്. ഇനി 12 എടുക്കുമ്പോൾ ഒരു 2⁴ ഉണ്ടല്ലേ, 2⁴ ഇൻറ്റു 14 എടുക്കുമ്പോൾ ഒരു 2⁴ ഉണ്ട്, 2⁴. ഇനി 16 എടുക്കുമ്പോൾ ഒരു 2⁴ ഉണ്ട്, 2⁴. ഇനി 18 എടുക്കുമ്പോൾ ഒരു 2⁴ ഉണ്ടല്ലേ. അപ്പോൾ 2⁴ ഇൻറ്റു 20 എടുക്കുമ്പോൾ 2⁴ ആണ്, 2⁴. 22 എടുക്കുമ്പോൾ 2⁴ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 24 എടുക്കുമ്പോൾ എന്താണ്? 2�3 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? എന്താണ് പറഞ്ഞേക്കുന്നത്? ഹയസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 25 വരെയുള്ളതിൽ 2ന്റെ എല്ലാ പവേഴ്സിനെയും നമ്മൾ ഇനി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഹയസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ പവേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്താൽ പോരെ. ഇപ്പം എഴുതിക്കുക, എത്ര വരും? 2⁻². നമുക്ക് പവേഴ്സ് ആഡ് ചെയ്യാം. എത്ര ഒന്നുണ്ട്? 1, 2, 3, 4, 5, 6 ഒന്നുണ്ടല്ലേ. 6 ഒന്നുണ്ട്. ഇനി എണ്ണിക്കടുത്ത് എത്ര 2 ഉണ്ട്? 1, 2, 3 2 ഉണ്ടല്ലേ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6. 6 + 2 8, 8 + 2 10, 10 + 2 12 വന്നു. ഓക്കെ, 12. ഇനി എത്ര 3 ഉണ്ട്? 12 + 3 15, 15 + 3 18. പിന്നെ ഇനി ഒരു 4 അല്ലേ. അപ്പോൾ 18 + 4 22. അപ്പോൾ 2⁻22 ആണല്ലേ. എന്താണ്? 2⁻22 ഉണ്ട്. അതായത് 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിനെ വിത്തൗട്ട് റിമൈൻഡർ എന്താണ്? ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2ന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2⁻22 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യത്തിൽ 5 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3ാമത്തെ ചോദ്യം ചെയ്തേക്കുന്ന പറഞ്ഞു തന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്താണ്? ഇനി ഒരു ക്വസ്റ്റ്യനൂടെ കംപ്ലീറ്റ് ചെയ്ത ഈ എക്സസൈസ് കംപ്ലീറ്റ് ആകുക. ഞാൻ അടുത്ത വീഡിയോയിൽ, ഇതുപോലെ ഇച്ചിരി ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, കാണുക, ചെയ്ത് പഠിക്കുക. ഇതുവരെ എല്ലാ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.